ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പിണങ്ങിപ്പോയ നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാൻ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് നോ കോണ്ടാക്റ്റ് റൂൾ എന്ന് പറയുന്നത്. നോ കോണ്ടാക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ എക്സുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാകരുത്. മാക്സിമം 1 അല്ലെങ്കിൽ 2 വീക്ക് മാത്രമായിരിക്കും ഇത് അപ്ലൈ ചെയ്യാനും പാടുള്ളൂ. എങ്ങനെയാണ് നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് പിണങ്ങിപ്പോയ നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ചേസ് ദം. നിങ്ങളുടെ സൈഡിൽ ഒരു തെറ്റുമില്ല. അവരായിട്ട് ഒരു കാരണമുണ്ടാക്കി വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയതാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ കാല് പിടിക്കാൻ വേണ്ടി പോകാതിരിക്കുക. നിങ്ങൾ ഒരു തവണയൊക്കെ ഇങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഇതൊരു അവസരമായി കാണുകയും വീണ്ടും ഇതേപോലെ തന്നെ പിണങ്ങിപ്പോകാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സോ അവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ പോകുന്നു തുടങ്ങി ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കരുത്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഫ്രണ്ട്സും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ കാര്യം നിങ്ങളുടെ എക്സിനോട് പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ അറിഞ്ഞ നിങ്ങളുടെ എക്സ് വീണ്ടും വാശി കൂടുതൽ കാണിക്കത്തേ ഉള്ളൂ. കാരണം നിങ്ങളിങ്ങനെ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് വാശിയും പിണക്കും ഒക്കെ ഒരു കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവർ പിണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ കാല് പിടിക്കാൻ പോകാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ ക്യൂരിയോസിറ്റിയാണ്. അതായത് നിങ്ങൾ എവിടെയാ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നൊന്നും അവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു സ്റ്റാറ്റസ് ഇടാം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുന്നതിൻ്റെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവും, നിങ്ങളിത് എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനെ അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ തമ്മിൽ അത്രമാത്രം സ്നേഹിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾ എവിടെ പോയി, എന്തൊക്കെ കാണിക്കാൻ പോയി തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണമെന്ന് എപ്പോഴും ഒരു ആഗ്രഹം തോന്നും. കുറേ നാളൊക്കെ പിണങ്ങിയിരുന്നാലും ആ ഒരു സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവൾ തിരികെ അല്ലെങ്കിൽ അവൻ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇൻട്രാക്ഷൻസ് തന്നെയാണ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അവരുടെയും നിങ്ങളുടെയും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഒരിക്കലും നിങ്ങൾ അവരെ അന്വേഷിക്കുന്ന കാര്യം പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു വാശി കുറച്ചങ്ങ് കൂടത്തേ ഉള്ളൂ. നിങ്ങളായിട്ട് അന്വേഷിക്കുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവും. നിങ്ങളായിട്ട് ചെന്ന് കാല് പിടിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഹാപ്പിയാണ്. അതായത് നിങ്ങൾ എപ്പോഴും, അതായത് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പിണങ്ങിപ്പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെയൊക്കെ കൂടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുക. അവളില്ലെങ്കിലും അല്ലെങ്കിൽ അവനില്ലെങ്കിലും നിങ്ങൾ ഹാപ്പിയാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സെങ്കിലും ഈ കാര്യമൊക്കെ അവനോടോ അല്ലെങ്കിൽ അവളോടോ പറയും. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുകയും നിങ്ങൾക്ക് അവരില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ടാകുകയും അതേപോലെ ഇനി അവർ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ സ്വന്തമാകുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അവരിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാതെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡു യുവർ ഓൺ തിങ്സ്. അതായത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ നല്ല തിരക്കിലായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയിട്ടോ ഉള്ളതായ പല കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഡെയിലി വിളിച്ച് എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നല്ല മിസ്സിങ് ഉണ്ടാവും. കാരണം ഡെയിലി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം നിങ്ങളിങ്ങനെ പിണങ്ങി വിളിക്കാതെ ബ്രേക്കപ്പ് ഒക്കെ ആയി ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ എന്താണെങ്കിലും
ആ ഒരു പഴയ സ്നേഹം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്കുള്ളൊരു മിസ്സിങ് അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നോ കോൺടാക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മൈൻഡേ ചെയ്യാതിരിക്കുക. അതായത് വിളിക്കാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് 2 പേർക്ക് തമ്മിൽ പിരിയാൻ നല്ല പാടായിരിക്കും. ആ ഒരു പാട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അവർക്ക് നല്ല മിസ്സിങ് ഉണ്ടായിട്ട് അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.